السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മളെ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമൻറ്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവർ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. പരിപൂർണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. എന്ത് മുറാദ് വെച്ചിട്ടാണോ ഈ മജ്ലിസിൽ ഇരിക്കുന്നത്, എന്ത് ആഗ്രഹം പൂവണിയാനാണോ ഈ മജ്ലിസിൽ ഇരിക്കുന്നത്, അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്തേകണേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ ബലാകളോ നീ കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവർ നമ്മളെ ഈ മജ്ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹുവേ നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് വേണ്ടിയാണ് എപ്പോഴും നമ്മുടെ ദുആ. അല്ലാഹുവേ നീ തളർത്തല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബലാകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്, നീ കാവൽ നൽകണേ അല്ലാഹ്, നീ കാവൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ്. 2 ദിക്റുകളും ഒരു ഇസ്തിഗ്ഫാറും, 2 ദിക്റുകളും ഒരു ഇസ്തിഗ്ഫാറും. ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ ഓതേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട ദിക്ർ, നമ്മളെ മക്കൾക്ക് പരീക്ഷ കാലങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മളെ മക്കൾക്ക് പരീക്ഷക്കാലങ്ങൾ, മദ്രസയിലുള്ള പരീക്ഷ, സ്കൂളിലെ പരീക്ഷ, പരീക്ഷക്കാലങ്ങളാണ് അടുത്ത് വരുന്നത്. എല്ലാത്തരം പരീക്ഷക്കും, അത് സ്കൂളിലെ പരീക്ഷ ആയിക്കോട്ടെ, മദ്രസയിലെ പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2-ൻ്റെ അല്ലെങ്കിൽ +1-ൻ്റെ SLC പരീക്ഷ, അങ്ങനെയുള്ള ധാരാളം പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുകയാണ് നമ്മളെ പൊന്നുമക്കൾ. ഡിഗ്രിയുടെ പരീക്ഷ, അങ്ങനെ ധാരാളം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നവർ, അവരൊക്കെ പറയുന്നതാണ് പരീക്ഷ ഹാളിലേക്ക് പോകുന്നത് വരെ തങ്ങളെ എഴുതാനുള്ളതൊക്കെ അറിയാം, അവിടെ എത്തുമ്പോൾ ഒരു മറവി സംഭവിക്കുകയാണ്. ധാരാളം കുട്ടികൾ, രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾ പറയുന്നതാണ്, ആ സമയത്ത് മറവി സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും, ഞാൻ മനസ്സിൽ വെച്ചതൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഓർമ്മ ശക്തി കുറവാണ്, ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ പഠിച്ചത്. അങ്ങനെയൊക്കെ ധാരാളം പരാതികൾ പറയുന്നവരുണ്ട് ഇത്തരം വിഷയത്തിൽ.
അതായത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് പഠിച്ചത് റാഹത്തായിട്ട് അത് ഓർമ്മയിൽ നിൽക്കാനും നല്ല ഹിഫ്ള് ലഭിക്കാനും നല്ല അഖ്ല് ലഭിക്കാനും പറ്റിയ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള ദിക്ർ അതൊരു ആയത്താണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെപ്പറ്റി വലിയ മഹത്വങ്ങൾ പറയുന്നുണ്ട്. ആ മഹത്വങ്ങൾ പറയുന്നിടത്ത് പറയുന്നതാണ് പകർച്ചവ്യാധികൾ ഈ ദിക്ർ ചൊല്ലുന്നവനുണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല, ഇടങ്ങേറുകൾ ഉണ്ടാവൂല. മനുഷ്യൻ പേടിക്കുന്ന ഭയപ്പെടുന്ന ബലാഅകള്, മുസീബത്തുകള്, കണ്ണീർ, സിഹർ പോലുള്ള ഇത്തരം കൂടതന്ത്രങ്ങൾ നമ്മളെ ശരീരത്തിൽ ഏൽക്കില്ല. ഇത്തരം കൂടോത്രങ്ങൾ നമ്മളെ ശരീരത്തിൽ ഏൽക്കൂല. ഒരു ബലാഅകളും മുസീബത്തും ഉണ്ടാവൂല, പകർച്ചവ്യാധികൾ ഉണ്ടാവൂല, മാരകമായ രോഗങ്ങളിൽ നിന്ന് വലിയ കാവല്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ രോഗങ്ങളാണ്. പേര് പോലും കേട്ടാൽ അത്ഭുതപ്പെടുന്ന, ഭയപ്പെടുന്ന രോഗങ്ങൾ. വലിയ വലിയ രോഗങ്ങളാണ് ഇന്ന് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവാൻ, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവാൻ, വൈറസുകളിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ പതിവാക്കിയാൽ മതി. അങ്ങനെയുള്ള മഹത്താക്കപ്പെട്ട 2 ദിക്റുകൾ നമ്മളെ മക്കളെ പരീക്ഷയിൽ വിജയിക്കാൻ, അത് പരീക്ഷക്കാലമായതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം ആളുകൾ മെസ്സേജിലായിട്ടും വിളിച്ചും ചോദിക്കുകയാണ്, മകൻ പൊതുപരീക്ഷയിലേക്ക് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്, താങ്കൾ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്? നാളെ പൊതുപരീക്ഷയാണ്, അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്? അല്ലെങ്കിൽ അവർക്ക് SLC പരീക്ഷ വരെയാണ്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്? അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷയിലേക്ക് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്, ഏത് ദിക്റാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? നല്ല അഖിലുണ്ടാവാൻ, പരീക്ഷയിൽ വലിയ വിജയമുണ്ടാവാൻ, നല്ല ഹിഫ്ള് ഉണ്ടാവാൻ ഏത് ദിക്റാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? ചോദിച്ചത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം ആളുകൾക്ക് അത് വലിയ ഉപകാരത്തിൽ പെടുമെന്നുള്ള നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞ ദിക്ർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വലിയ ആപത്ത്, മുസീബത്ത്, ബലാഅകളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ, സിഹർ പോലുള്ള കണ്ണേറ്, നാപ്പോര്, അസൂയാലിക്കട, അസൂയയിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ, എന്നൊക്കെ വലിയതായി ഞാൻ വിശദീകരിക്കുന്നില്ല, ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, എപ്പോഴും നമ്മൾ മജ്ലിസിൽ പറയുന്നതാണ്. അതിലൊക്കെ വലിയ കാവലുണ്ടാവാൻ നമ്മൾ എപ്പോഴും നിരന്തരം നമ്മൾ ചൊല്ലണം. വലിയ മഹത്താക്കപ്പെട്ട ദിക്റാണ്. ഇതൊരു ആയത്തും കൂടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉളൂ ഇല്ലാത്ത സമയത്ത്, നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത്, പീരീഡ്സിന്റെ സമയത്ത് ഞങ്ങൾക്കത് ചൊല്ലാൻ പറ്റുമോ? സ്ത്രീകളുടെ ചോദ്യം ഉണ്ടാകും. ഒരായത്തായതുകൊണ്ട് ചൊല്ലാം, ഒരു ദിക്ർ എന്ന നിലയ്ക്ക് നമുക്കിത് ചൊല്ലാം. മഹാന്മാർ പഠിപ്പിക്കുന്നത് ഇതൊരു ദിക്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആയത്താണ്, ഒരു ദിക്റായിട്ട് നമുക്കിത് ചൊല്ലാം. നമ്മൾ നിരന്തരം എണ്ണമില്ലാത്തത്രയും ഇൻഷാ അല്ലാഹ് ചൊല്ലണം. ഇന്ന് നമുക്ക് എല്ലാതും ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലണം. ഈ ഒരു ദിക്റും ഒരു ഇസ്തിഗ്ഫാർ, ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് നമ്മളെ ഈ പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസം. നമ്മളിലേക്ക് ആഗതമായ ഈ ശഅബാൻ മാസം ഇസ്തിഗ്ഫാറുകൾ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. പാപമോചനത്തിന്റെ മാസമാണ് പവിത്രമായ ശഅബാൻ മാസം. ഇനി നമ്മളിലേക്ക് വരുന്നത്, ഇത് പാപമോചനത്തിന്റെ മാസമാവാനുള്ള കാരണം, ഇനി നമ്മളിലേക്ക് വരുന്നത് പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം, അതിലേക്ക് നമ്മൾ അടുക്കും തോറും നമ്മളെ പാപങ്ങളെ നമ്മൾ കഴുകിക്കളയണം. മുഅ്മിനീങ്ങളെ, പാപങ്ങളെ കഴുകിക്കളയണം. ധാരാളം അമലുകൾ ഇസ്തിഗ്ഫാറായിട്ടും ദിക്റായിട്ടും, ഏതൊക്കെ അമലുകൾ ഇൻഷാ അല്ലാഹ് ധാരാളം അമല് കൊണ്ട്, ധാരാളം ദിക്റുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് നമ്മളെ പവിത്രമാക്കണം, ഈ ധന്യമാക്കണം ഈ പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസം. കാരണം എന്താണ്? അടുത്തത് നമ്മളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമായ റമളാൻ മാസമാണ്. റമളാൻ മാസമാണ്. അതിലും ഇൻഷാ അല്ലാഹ് ഒഴുക്കായിട്ട് കടന്നു പോകാൻ
ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റുകള്, തസ്ബീഹുകള്, ഇസ്തിഗ്ഫാറുകള്, നിസ്കാരങ്ങള്, സ്വലാത്ത്, എല്ലാ അമലുകളും, ഓരോരോ അമലുകൾ എടുത്ത് പറയുന്നില്ല, ഓരോരോ അമലുകളും ഇനി റമദാൻ വരുമ്പോൾ അത് ഒഴുക്കായിട്ട് ഇങ്ങനെ ഒഴുകിക്കളയണം, ഒഴുകിപ്പോകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് ഇങ്ങനെ സ്ഥിരമാകണമെന്ന്. ധാരാളം ഇപ്പോൾ തന്നെ ഖത്തമുകൾ തീർക്കുന്നവരുണ്ട്, സ്ത്രീകളുണ്ട്. തങ്ങളെ ഇത്രയും ഖത്തമായി ദുആ ചെയ്യണേ. ധാരാളം സഹോദരന്മാര് ഇപ്പൊ തന്നെ ഖത്തമുകൾ തീർക്കുന്നവരുണ്ട്. തങ്ങളെ ഇത്രയും ഖത്തമായി തങ്ങൾ ദുആ ചെയ്യണം. ഈ റമദാനിലും ധാരാളം ഓതാൻ തങ്ങളെ ഭാഗ്യമുണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വലിയ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം അമലുകൾ ചെയ്യാൻ, അമാലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം കൊടുത്ത് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം നമ്മൾ ഓരോരോ അമലുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോരോ അമലുകൾ ചെയ്യാൻ ധാരാളം ഇസ്തിഗ്ഫാറുകൾ, ധാരാളം ദിക്റുകൾ ചെല്ലുന്ന സമയത്ത് അല്ലാഹ് നമ്മക്കറിയാതെ അല്ലാഹു പല മാർഗത്തിൽ അല്ലാഹു നമ്മളെ കുഴക്കൂല. ധാരാളം ആളുകൾ നമ്മളെ അടുത്ത് വന്ന് പറയാറുണ്ട്, തങ്ങളെ ഞാൻ ധാരാളം ദിക്റ് ചൊല്ലുന്ന ആളാണ്, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണ്, ധാരാളം അമലുകൾ ചെയ്യുന്ന ആളാണ്, തങ്ങളെ ഇതുവരെക്കും അല്ലാഹ് എന്നെ കുഴക്കിയിട്ടില്ല. ചെറിയ ചെറിയ നിസാര പ്രയാസമല്ലാതെ ഇതുവരെയും പടച്ച തമ്പുരാൻ എന്നെ കുഴക്കിയിട്ടില്ല തങ്ങളെ. ഞാനിതുവരെ പട്ടിണി കിടന്നിട്ടില്ല, എൻ്റെ മക്കള് പട്ടിണി കിടന്നിട്ടില്ല, എൻ്റെ ഭാര്യ പട്ടിണി കിടന്നിട്ടില്ല, ഞങ്ങളെ വീട്ടിൽ ഇതുവരെ പട്ടിണി ഉണ്ടായിട്ടില്ല തങ്ങളെ. ചെറിയ ചെറിയ നിസാരമായ പ്രയാസം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കാരണമെന്താണെന്ന് ആ സഹോദരൻ പറയുന്ന സമയത്ത് ആ സഹോദരനോട് വിവരിക്കുക, ഞാൻ ധാരാളം ദിക്റ് ചൊല്ലാറുണ്ട്, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് പടച്ചോൻ എന്നെ കുഴക്കിയിട്ടില്ല തങ്ങളെ. അതുകൊണ്ട് എൻ്റെ മുത്തുമോമിനീങ്ങളെ, നിങ്ങളെയും അല്ലാഹു കുഴക്കൂല. ഒരു നിലക്കും പ്രയാസങ്ങൾ അല്ലാഹു നൽകൂല. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. ഒരു നിലക്കും നിന്നെ കൊടുക്കൂല. എങ്ങാനും കുടുങ്ങിയാൽ ഈ ദിക്റിന്റെ കാരണത്താൽ അല്ലാഹു നിന്നെ മോചിപ്പിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദിക്ർ ചൊല്ലിയോൻ ആരും കുഴങ്ങൂല, സ്വലാത്ത് ചൊല്ലിയാൻ ആരും കുഴങ്ങൂല. ഇൻഷാ അല്ലാഹ് ചൊല്ലുമ്പോൾ കുഴങ്ങാന്നല്ലാതെ, ചൊല്ലി കുഴങ്ങാന്നല്ലാതെ ഒരിക്കലും ഒരാളും കുഴങ്ങൂലെന്ന് മുഅ്മിനീങ്ങളെ. അത്രയും മഹത്തമാക്കപ്പെട്ട ദിക്റുകളാണ് നമ്മൾ ഓരോ മജ്ലിസിലൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയും കുടുംബത്തിന് പകർന്നു നൽകുന്ന അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ അല്ലാഹ് ഞങ്ങൾ ധാരാളം ദിക്റുകൾ ചൊല്ലി അല്ലാഹ് ഇനിയും ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദിക്റുകളിലേക്ക് കടക്കണം. നമുക്ക് ചൊല്ലാം ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ആ ഇസ്തിഗ്ഫാറും ഞാൻ പറഞ്ഞ ആയത്തില്ലേ, ആ ദിക്റിന്റെ കൂട്ടത്തിൽ എണ്ണിയ ആ ആയത്തിനെ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ്. അത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. എല്ലാവരുടെയും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, ധാരാളം വലിയ പ്രയാസത്തിലാണ് ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നത്. എനിക്കറിയാം, സ്ഥിരമായി ഞാൻ കമന്റ് ബോക്സ് വായിക്കുന്നതാണ്. ധാരാളം പല ഭാഗങ്ങളിൽ നമ്മളിലേക്ക് വിളിക്കുന്നതാണ് ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു. മജ്ലിസിൽ വലിയ ധാരാളം ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ നീങ്ങിയ ആളുകൾ, ബുദ്ധിമുട്ട് ഇടങ്ങേറുകൾ നീങ്ങിയ ആളുകൾ, തങ്ങളെ ഈ മജ്ലിസ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ കുറേ മജ്ലിസ് ഉസ്താദുമാരുടെ കുറേ മജ്ലിസ് കാണാറുണ്ട്. തങ്ങളെ മജ്ലിസ് ഇടയിലാണ് കണ്ടത്, പിന്നീട് ഞാൻ ഇതാണ്ട് പതിവാക്കി എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 6 മണിക്ക് കാത്തിരിക്കുന്ന ആളുകളുണ്ട്,
6 മണിക്ക് നമ്മൾ മജ്‌ലിസിടുന്നതും കാത്തിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ, പരാജയം നീ നൽകല്ലേ അല്ലാ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ എടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, മഹാനായ ജമലുൽ എലിപ്പാപ്പയുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാ അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല അല്ലാ, അവർക്ക് എടങ്ങേറുകൾ കൊടുക്കില്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്‌ലിസിലേക്ക് നിരന്തരമായി കോണ്ടാക്ട് ചെയ്യുന്നത്, പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നവർ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ സ്ഥിരമായി നമ്മളെ മജ്‌ലിസ് കാണുന്നവർ, അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി സമീപിക്കുന്നവർ, ധാരാളം ആളുകൾ വിളിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്, ടോക്കൺ ബുക്ക് ചെയ്യാനാണ് ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ് ഉള്ളത് ഇന്ന് ശനിയാഴ്ചയാണ്. ഇനി അടുത്ത തിങ്കളാഴ്ച, വരുന്ന തിങ്കളാഴ്ചയാണ് കൺസൾട്ടിങ് ഉള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്യാതെ ആരും വരരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് പറയാനുള്ള കാരണം, ഇവിടെ വന്നിട്ട് പ്രയാസം കണ്ടതുകൊണ്ടാണ്. മജ്‌ലിസിൽ എല്ലാവർക്കും ഇത് വലിയൊരു ഉപകാരമായിക്കോട്ടെ, വരുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ദൂരഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും ബുക്കിംഗ് കൂടിയിട്ടുണ്ടാവും. എല്ലാ പ്രാവശ്യവും ബുക്കിംഗ് കൂടാറുണ്ട്. ബുക്കിംഗ് കൂടുന്ന സമയത്ത് ഇവിടെ വന്ന് അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് പോകാനൊക്കെ തിരിച്ച് നാട്ടിലെത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ആ സമയം പറയുന്ന സമയത്ത് നിങ്ങളെ കൺസൾട്ടിങ് സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വന്നാൽ കൺസൾട്ടിങ് ഇൻഷാ അല്ലാഹ് റാഹത്തായിട്ട് മടങ്ങും. അള്ളാഹു തൗഫീഖ് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ, എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്നവർ, പ്രയാസങ്ങൾ പറഞ്ഞു വരുന്നവർ, അള്ളാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ, എടങ്ങേറുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് സലാമത്ത് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, എടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, പൈശാചികമായ ഉപദ്രവങ്ങളെ നീ തീർത്ത് അവർക്ക് സലാമത്തും രക്ഷയും നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നാമതായിട്ട് പറയാം, നമ്മളെ മക്കൾക്ക് നല്ല അഖിലുണ്ടാവാൻ, നല്ല ഹിഫ്ളുണ്ടാവാൻ, പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു അമലാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അലം നശ്റഹ് സൂറത്ത് സുബ്ഹിക്ക് ശേഷം ഒരു 7 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഓതി കുട്ടിയെ മന്ത്രിക്കുക. സുബ്ഹിക്ക് ശേഷം പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടിയെ ഒരു 7 പ്രാവശ്യം അലം നശ്റഹ് ഓതി അവൻ്റെ തലയിൽ മന്ത്രിക്കുക, ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. പിന്നീട് അവൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ചൊല്ലണം ഒരു 11 പ്രാവശ്യം. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ, അല്ലാഹുമ്മ അഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നും കൂടി നീ ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ അഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം. അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു 11 പ്രാവശ്യം, അവനാണെങ്കിൽ അവൻ, അല്ലെങ്കിൽ മകളാണെങ്കിൽ മകളുടെ നെഞ്ചിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ അഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം.
ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലണം. മകളാണെങ്കിൽ മകള്, അല്ലെങ്കിൽ മകനാണെങ്കിൽ മകൻ. ആരാണോ എക്സാം എഴുതാൻ പോകുന്നത് അവൻ ചൊല്ലിയാൽ മകൻക്ക് ബൈഹാട്ടാക്കി കൊടുത്തുകൊണ്ട്, ഹിഫ്ളാക്കി കൊടുത്തുകൊണ്ട് മകൻ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ലത്. അവൻ ചൊല്ലുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാം. അവൻ്റെ ഹൃദയത്തിൽ കൈവക്കാൻ പറയാ. എന്നിട്ട് ഇതുപോലെ ചൊല്ലാ: അല്ലാഹുമ്മ അഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്ർ 7 പ്രാവശ്യം അലം നശ്റഹ് സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ അഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ചൊല്ലുക. അടുത്തത് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസം. ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഇസ്തിഗ്ഫാർ ഏതാണ്? ഇസ്തിഗ്ഫാർ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എന്നോടൊപ്പം ഒരു 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഇന്നഹു هو الغفور الرحيم. أستغفر الله العظيم إنه 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 هو الغفور الرحيم. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നുപോയ, അറിയാതെ വന്നുപോയ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ശുദ്ധീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാറിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഗ്രഹങ്ങളെ നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ്. ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ബലാകൾ നൽകല്ലേ അല്ലാഹ്. മുസീബത്തുകൾ നൽകല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് ഒരു മഹത്താക്കപ്പെട്ട ദിക്റാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ബലാകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, ഇടങ്ങേറിൽ നിന്ന് വലിയ സംരക്ഷണമേകാൻ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാവലേകാൻ, പകർച്ചവ്യാധികളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ, സിഹർ പോലുള്ള, കണ്ണേറ് പോലുള്ള, നാപ്പോര് പോലുള്ള അസൂയയിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം ഉണ്ടാവാൻ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന ദിക്ർ ഒരു ആയത്താണ്. ഏതു സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റായിട്ട് ചൊല്ലാൻ പറ്റിയ ഒരു ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ എൻ്റെ കൂടെ നിങ്ങൾ ഒരു 11 പ്രാവശ്യം ചൊല്ല്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ല്. ഏതാണ് ദിക്ർ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. 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 സലാമുൻ
قولا من رب رحيم سلام 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 قولا من رب رحيم الرحمن الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് അതിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ അടങ്ങേറുകൾ നീ തീർത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ പൈശാചികമായ ഉപദ്രവങ്ങൾ നീ നീക്കം ചെയ്യണേ അല്ലാഹ് നീ ഇബ്താൽ ചെയ്യണേ അല്ലാഹ് നീ കരീച്ച് കളയണേ അല്ലാഹ് ഞങ്ങൾക്ക് അടങ്ങേറ് നൽകല്ലേ അല്ലാഹ് ബലാകൾ നൽകല്ലേ അല്ലാഹ് മുസീബത്തുകൾ നൽകല്ലേ അല്ലാഹ് നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ് ഈ മാസത്തിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹ് നീ അവർക്ക് തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ് ഇരു വീട്ടിലും അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ് ഇരു വീട്ടിലും അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ് ബലാകൾ കൊടുക്കല്ലേ അല്ലാഹ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന എൻ്റെ പൊന്നുമക്കളുണ്ട് അല്ലാഹ് അവർക്ക് ഉന്നതമായ വിജയം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരെ പരീക്ഷയിലും പരീക്ഷണത്തിൽ നിന്നും നീ വലിയ വിജയം കൊടുക്കണേ അല്ലാഹ് നീ വിജയം കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ പൊന്നാര പൊന്നുമക്കൾക്ക് അല്ലാഹ് നല്ല ഹിഫ്ള് നീ നൽകണേ അല്ലാഹ് നീ നല്ല അഖ്ൽ നൽകണേ അല്ലാഹ് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ് റഹ്മാൻ റഹീമീനായ അല്ലാഹ് അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ദീനിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ് നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ് റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ് മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ് നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ് നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ് ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ് അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ് സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ് അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ് ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ് നീ വിജയം നീ നൽകണേ അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ് ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ് ഇതിന്റെ സേവകരുണ്ട് അല്ലാഹ് ഇതിന്റെ വാഹകരുണ്ട് അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ് നീ ഉയർത്തണേ അല്ലാഹ് അഭിവൃദ്ധി നൽകണേ അല്ലാഹ് പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്
ഖൈറിന്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ഷർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാ. നീ കൊട്ടിയടക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാ. അവരെ സ്നേഹിക്കുന്നത് ഇൽമിന്റെ മജ്ലിസാണ് അല്ലാ. ഇൽമു പറയുന്ന വേദിയാണ് അല്ലാ. നീ ഉയർത്തണേ അല്ലാ. നീ ഉയർത്തണേ അല്ലാ. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. രോഗശമനം നീ നൽകണേ അല്ലാ. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാ. നീയാണ് ശാഫി തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാ. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ. ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ. അതിനുള്ള സമ്പത്തില്ല. ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എന്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹു, എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ. അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ
പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ, നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന് സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവർക്ക് റാഹത്തേകണേ അല്ലാ, അവർക്ക് ബർക്കത്തേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാ. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, അവരെ കബറിടം നിറാഹത്തിലാക്കണം അല്ലാ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകി തിരുകി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം അല്ലാ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണമല്ലോ, ഈമാൻ പരിപൂർണമാക്കണമല്ലോ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണമല്ലോ, നീ ഹറാമാക്കണമല്ലോ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. ഇവിടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റ പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ, ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക.
ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.